ആ മനുഷ്യനെ നരകത്തീ കൊണ്ടുള്ള നരകാഗ്നിയിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, ഖബറിൽ നിന്നതാ നരകത്തിയിലേക്കുള്ള ഒരു കവാടം അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കൂ എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത്. അങ്ങനെ നരകാഗ്നിയിൽ നിന്നുള്ള നരകത്തിയിൽ നിന്നുള്ള ഒരു കവാടമാണ് അവന്റെ ഖബറിലേക്ക് തുറക്കപ്പെടുന്നത്. നരകാഗ്നിയുടെ കവാടം ഖബറിലേക്ക് തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ വയുദയ്യഖു അലൈഹി ഖബ്റുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഘട്ടം മുതൽ കദാ ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, അവന്റെ ഖബറിലേക്ക് അടിച്ചു വീശുകയായി, അവന്റെ ഖബറിലേക്ക് പ്രവഹിക്കുകയായി. മിൻ ഹർരിഹാ, നരകത്തിയുടെ ചൂടും, വസമൂമിഹാ, അതിലെ വിഷക്കാറ്റുകളും. നരകാഗ്നിയിൽ നിന്നുള്ള ചൂടും പുകയും അതിലെ വിഷക്കാറ്റുകളുമൊക്കെ അവന്റെ ഖബറിലേക്ക് ഒഴുകുകയായി, പ്രവഹിക്കുകയായി, അടിച്ചു വീശുകയായി. വയുദയ്യഖു അലൈഹി ഫീ ഖബ്രിഹി വയുദയ്യഖു അലൈഹി ഖബ്റുഹു, അവന്റെ ഖബറതാ അവന്റെ മേൽ ഞെരുക്കപ്പെടുന്നു. ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉഹു, അവന്റെ വാരിയെല്ലുകൾ വളരെ കൃത്യമായ നിലക്ക്, വളരെ പ്രയാസകരമായ നിലക്ക് ഞെരിഞ്ഞമരുന്ന, അത് കോർത്തുപോകുന്ന ഒരവസ്ഥയോളം എത്തുന്ന നിലക്ക് അവന്റെ ഖബറും അവനുമായി കൊണ്ട് കൂട്ടിപ്പിടുത്തം നടക്കുന്നു. വയഅതീഹി, അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അതാ അവന്റെ അടുക്കൽ കയറി വരുന്നു റജുലുൻ ഖബീഹുൽ വജ്ഹി. കഴിഞ്ഞ ക്ലാസ്സിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞെടുത്ത് അവന്റെ അടുക്കൽ അവന്റെ കൂട്ടിന് വരുന്നത് സുന്ദരനായ ഒരു മനുഷ്യന്റെ വേഷത്തിൽ അവന്റെ സൽക്കർമ്മങ്ങൾ വരുന്നു എന്നല്ലേ? എന്നാൽ കാഫിറിന്റെയും ഫാജിറിന്റെയും ഒക്കെ സ്ഥിതി എന്താണ്? അവന്റെ അടുക്കലേക്ക് കയറി വരുന്നു റജുലുൻ ഖബീഹുൽ വജ്ഹി, മുഖം കണ്ടാൽ തന്നെ വളരെ ഭീകര രൂപിയാണ്, വളരെ ചീത്തയായ മുഖമുള്ളവനാണ്. ഖബീഹുസ് സിയാബ്, വസ്ത്രം വളരെ വളരെ വൃത്തികെട്ട വസ്ത്രമാണ്. മുൻതിനുർ റീഹി, ദുർഗന്ധമാണ് ആ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നത്. അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു രൂപം, വൃത്തികെട്ട ഒരു കോലം, വൃത്തികെട്ട വേഷവും ധരിച്ചുകൊണ്ട് ഇതാ ഈ കാഫിറിന്റെയും ഫാജിറിന്റെയും അടുത്തേക്ക് അവന്റെ ഖബറിൽ ഹാജരാകുന്നു. എന്നിട്ടവനോട് പറയും, ഇതാ ഇന്നത്തെ ദിവസം നിനക്ക് കിട്ടാനുള്ളത്, നിനക്ക് സന്തോഷ വാർത്ത തരാനാണ് ഞാൻ നിന്നെ സമീപിച്ചത്. ഈ വരുന്ന രൂപം അങ്ങനെ സംസാരിക്കുമ്പോ പേടിച്ച് ഖബറിൽ കഴിയുന്ന ഈ വലിയ ഭീകരമായ ദൃശ്യത്തെ കാണുന്ന നേരത്ത് കാഫിറായ ഫാസിഖായ ഫാജിറായ മനുഷ്യൻ ചോദിക്കും, മന്നന്ത, നീ ആരാണ്? നീ ആരാണ്? നിന്റെ രൂപം കാണുമ്പോൾ തന്നെ ഭയമാകുന്നല്ലോ, നീ വളരെ വൃത്തികെട്ടവനാണല്ലോ, നീ എന്തിനെന്നെ സമീപിക്കുന്നു? നീ എന്തിനാ എന്റെ ഖബറിലേക്ക് കയറി വന്നത്? ഫയഖൂൽ, ആ വൃത്തികെട്ട രൂപം അവനോട് പറയും, അന അമലുകൽ ഖബീസ്, എടോ ഞാൻ നീ ദുനിയാവിൽ വെച്ച് നീ നിന്റെ മരണത്തിന്റെ മുമ്പേ നീ പ്രവർത്തിച്ചിട്ടുള്ള നിന്റെ ദുഷ്കർമ്മങ്ങളാണ്, നിന്റെ ദുഷ്കർമ്മങ്ങളാണ് ഞാൻ ഈ രൂപം കൊണ്ട് വന്നിട്ടുള്ളത്. നീ ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുള്ള ചെയ്തികൾക്കെല്ലാം, നീ ചെയ്തിട്ടുള്ള ഓരോ ദുഷിച്ച പ്രവർത്തനങ്ങളുമാണ് ഈ രൂപം കൊണ്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് അവൻ പറയും, ഫവല്ലാഹി മാ അലിംതുക ഇല്ലാ കുൻത ബതീഅൻ അൻ ത്വാഅത്തില്ലാഹ് സരീഅൻ ഇലാ മഅസിയത്തില്ലാഹ്. അല്ലാഹനെ തന്നെയാണ് സത്യം. മാ അലിംതുക, നിന്നെ എനിക്കറിയില്ല, ദുനിയാവിൽ നിന്നെ സംബന്ധിച്ച് ഇല്ലാ കുൻത, നീ ആയിട്ടല്ലാതെ, ബതീഅൻ അൻ ത്വാഅത്തില്ലാഹ്, അല്ലാഹ്ക്ക് അനുസരിക്കാനുള്ള ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ദുനിയാവിൽ ചെയ്യാൻ നിനക്ക് ചാൻസ് കിട്ടിയോ അതൊന്നും നീ ചെയ്യാതെ പിന്തി നിന്നവനാണ്. സരീഅൻ ഇലാ മഅസിയ
മഅസിയത്തില്ല. അല്ലാഹനെ ധിക്കരിക്കാൻ നിനക്ക് എന്തൊക്കെ വേദികൾ കിട്ടിയപ്പോഴും നീ അതിലേക്ക് ചാടി വീണവനാണ്. സൽക്കർമ്മങ്ങളുടെ വേദികളിൽ നിന്ന് നീ മാറിപ്പോയവനാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നീ വിട്ടുനിന്നവനാണ്. അതേ അവസരത്തിൽ അല്ലാഹ്ക്ക് വെറുപ്പുള്ള സർവരംഗത്തും നിനക്ക് മുന്നേറാൻ നിനക്ക് വലിയ ആവേശമായിരുന്നു. അതുകൊണ്ട് ഫജസാക്കല്ലാഹു ശർറാ, അല്ലാഹ് നിനക്ക് പ്രതിഫലം ചീത്ത തന്നെയാണ് തരാനുള്ളത്. അല്ലാഹ് നിനക്ക് ചീത്തയായ പ്രതിഫലം തന്നെ തരട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ഇത് കാഫിറായ മനുഷ്യന്റെയും ഫാജിറായ മനുഷ്യന്റെയും അവസ്ഥയാണ്. ചോദ്യങ്ങളുടെ മുമ്പിൽ അവൻ പരുങ്ങിപ്പോയി. ഉത്തരം അവന് പറയാൻ, അല്ലാഹു റബ്ബി എന്ന് പറയാൻ അവന് സാധിച്ചില്ല. മുഹമ്മദുൻ നബി, എന്റെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്നും ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട നേതാവാണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെന്നും ആ നബി ഞങ്ങളിലേക്ക് സത്യത്തിന്റെ സന്ദേശവുമായി വന്നപ്പോ ഞങ്ങൾ ആ പ്രവാചകനിൽ വിശ്വസിച്ചു, പിൻപറ്റി എന്ന് പറയാൻ കാഫിറിന്റെയോ ഫാജിറിന്റെയോ അവന്റെ ആ ഒരു ഉത്തരം അങ്ങനെ പറയാൻ അവന് സാധിക്കുന്നില്ല. എന്റെ മതം ഇസ്ലാമായിരുന്നു എന്ന് ഖബറിൽ വെച്ചുള്ള ചോദ്യത്തിന് അവന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. കാരണം എന്തെന്നല്ലേ? അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി എന്ന് പറയാൻ ഖബറിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ അല്ലാഹനെ റബ്ബായി കൊണ്ട് തൃപ്തിപ്പെട്ട് അതുപോലെ ജീവിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിനെ റസൂലായിട്ട് അംഗീകരിച്ചാൽ മാത്രം പോരാ, അവിടുന്ന് കൊണ്ടുവന്നൊരു ജീവിതത്തിൽ പകർത്തണ്ടേ, അവിടുന്ന് വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണ്ടേ. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതാ ഇന്നും എത്രയോ ആളുകൾ അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നില്ലേ, അവരുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗം പ്രദർശിപ്പിക്കുന്നില്ലേ. അല്ലാഹുവിന് വെറുപ്പുള്ള രൂപത്തിലുള്ള പല പ്രവർത്തികളിലേക്കും മനുഷ്യൻ പോകുന്നില്ലേ? അവൻ ആലോചിക്കുന്നുണ്ടോ താൻ പോയി കിടക്കുന്ന ഖബറിന്റെ സ്ഥിതി എന്താണ്? തനിക്ക് പോയി കിടക്കാനുള്ള ഖബറിലേക്ക് നാം എത്തിച്ചേർന്നാൽ ഇതാ ഈ ശരീരത്തെ കൊഴുപ്പിക്കാനല്ലേ, ഈ ശരീരത്തിന് വലിയ ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാക്കാനല്ലേ ഹറാമിലൂടെ മുതലുണ്ടാക്കിയത്, ഹറാമിലൂടെ സമ്പാദിച്ചത്, ഹറാമായ കാര്യങ്ങൾ കണ്ട് ആനന്ദിച്ചത്. ഈ കണ്ണിന് ആനന്ദമുണ്ടാകാനല്ലേ, ഈ കാതുകൾക്ക് ആനന്ദമുണ്ടാകാനല്ലേ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിയമങ്ങളെയൊക്കെ അതറിഞ്ഞിട്ടും എനിക്കത് ബാധകമല്ലെന്ന നിലക്ക് വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് ഹറാം കാണുകയും കേൾക്കുകയും ഹറാമായ പാട്ടും കൂത്തും ഡാൻസും ആട്ടവും പാട്ടും അതുപോലെയുള്ള എല്ലാ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾക്ക് മുമ്പിലും ഭജനമിരുന്നു കൊണ്ട് സമയം കളഞ്ഞിട്ടുള്ള മനുഷ്യന്മാര്, പലിശരുന്ന മനുഷ്യന്മാര്, ഹറാമായ എല്ലാ വേദികളിലും അഴിഞ്ഞാടിയ ആളുകൾ അവരോർക്കണ്ടേ ഈ ശരീരത്തിന് ആനന്ദം കൊടുക്കാനല്ലേ ഇതൊക്കെ ചെയ്തത്. എങ്കിൽ ഖബറിലെത്തിക്കഴിയുമ്പോ എന്താണ് സംഭവിക്കുന്നത്? അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഖബറിൽ വെച്ച് കഴിയുമ്പോ അതാ മഹാന്മാരായ അമ്പിയാക്കളല്ലാത്തവർക്ക് അനുഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത്. ലോകത്തതാ സർവ മനുഷ്യന്മാരെയും ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് മാറ്റം വരാൻ പോകുന്നു. അത് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് നിമിത്തമാവുകയാണ്, പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. അതേ അവസരത്തിൽ ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ ശരീരത്തെ ഭക്ഷിക്കുന്നത് ഭൂമിയോട് അല്ലാഹ് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരൊറ്റ പ്രവാചകന്റെയും ശരീരം മണ്ണ് തിന്നുന്നതല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ഒരൊറ്റ പ്രവാചകന്റെയും ശരീരം മണ്ണ് തിന്നുന്നതല്ല. അത് ഖബറിൽ അതേ ശരീരം തന്നെ ഉണ്ടാകുന്നതാണ്. ആ ശരീരം ജീർണിക്കൂല, അതിൽ നിന്ന് ദുർഗന്ധം
ദുർഗന്ധം വമിക്കൂല. ആ രൂപത്തിലുള്ള ഒരവസ്ഥ അമ്പിയാക്കളുടെ ശരീരത്തിനില്ല. അതേ അവസരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ സ്ഥിതി എന്താണ്? ഖബറിൽ വെച്ച് കഴിഞ്ഞൊരു 3 ദിവസമാകുമ്പോഴേക്ക് 2 കണ്ണുമതാ മുട്ട പൊട്ടി ഒലിച്ചതുപോലെ കവിൾത്തടത്തിലേക്ക് മുഖത്തേക്ക് ഒഴുകി പൊട്ടി ഒലിക്കുന്നു. 2 കണ്ണുകളും ആദ്യം പോയി. ആ 2 കണ്ണും പോയി കഴിഞ്ഞാൽ പിന്നെ മുഖത്തെന്താണ് ബാക്കിയുള്ളത്? അതാണ് പറയുന്നത്. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യന് നോക്കിയാൽ പേടിച്ചരണ്ടവൻ തളരുന്ന രൂപത്തിൽ മുഖത്ത് 2 കണ്ണിന്റെ സ്ഥാനത്ത് ആ കണ്ണ് 2ഉം പൊട്ടി ഒലിച്ചിരിക്കുന്നു. അത് ഖബറിലേക്ക് ഒഴുകുന്നു. ആ മുഖത്തിന്റെ മാംസങ്ങൾ അതാ ദ്രവിച്ചു പോവുകയാണ്. മുഖത്തേക്ക് നോക്കിയാൽ വലിയ 2 ഗുഹയാണ് കാണുന്നത്. ഇത് മനുഷ്യ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇതൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് പെണ്ണേ, എങ്ങനെയാണ് സഹോദരി, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ ഒരു പെണ്ണിന് സാധിക്കുമോ? ആലോചിച്ചു നോക്കണ്ടേ? ഖബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണീ മാംസമെല്ലാം പെങ്ങളെ. ചിന്തിച്ചു നോക്ക് സഹോദരി, ഹക്കല്ലയോ? ദൈനംദിനം നടക്കുന്നതിലേക്കല്ലയോ? ബെഡൊന്നുമില്ല, വിരിച്ചതും മണ്ണല്ലയോ? മേക്കപ്പിനും ആളില്ലതോർക്കുന്നില്ലയോ? പുഷ്പം മണിഞ്ഞതിലൊക്കെയും നിറഞ്ഞില്ലയോ? ചിതലും പുഴുക്കളും വന്നതിൽ മേഞ്ഞില്ലയോ? തൊലി ചീഞ്ഞ് എല്ലുകളൊക്കെയും ദ്രവിച്ചില്ലയോ? ചിരിക്കുന്ന പല്ലിനും കൊല്ലും ഇത് തന്നല്ലയോ? വളയിട്ട് ബഹുമാനിച്ചതക്കയ്യല്ലയോ? മാംസങ്ങളൊക്കെ അടർന്നതത്ഭുതമല്ലയോ? നമ്മുടെ മനസ്സിന് ഏറെ ചിന്തിക്കാൻ മാത്രമുള്ള വരികൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരമതാ ഖബറിൽ പൊട്ടി ഒലിക്കുകയാണ്. ഖബർ നിറയുകയാണ്. വയറ് പൊട്ടി ഒഴുകിയിട്ടുണ്ട്, നെഞ്ചു പൊട്ടി പിളർന്നിട്ടുണ്ട്. കൈകാലുകളുടെ മാംസങ്ങൾ മുഴുവനും ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. നമ്മുടെ ശരീരം അങ്ങ് എത്തുമ്പോഴേക്ക് ഖബറിൽ നിറഞ്ഞ ചിതലിനും പുഴുക്കൾക്കും എന്താണ് സന്തോഷം? ആ ശരീരം മുഴുവൻ കാർന്ന് തിന്ന് ഈ ശരീരം മുഴുവൻ അഴുകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ശരീരത്തിന്റെ എല്ലാം അഴുകിപ്പോയില്ലേ, ശരീരം മുഴുവൻ ജീർണിച്ച് മണ്ണായി പോയില്ലേ, ഇനി എനിക്ക് ശിക്ഷയില്ല, ഇനി ഞാനൊന്നും അനുഭവിക്കണ്ട എന്നാരെങ്കിലും വിചാരിച്ചുവോ? ഈ ശരീരം എത്രത്തോളം ദുനിയാവിൽ അല്ലാഹ്ക്ക് വെറുപ്പുള്ള രൂപത്തിൽ പ്രദർശിപ്പിച്ചുവോ അതിനനുസരിച്ച് ഖബറിൽ നിന്റെ അടുക്കൽ രൂപം പൂണ്ട് വരുന്നത് വൃത്തികെട്ട രൂപത്തിലുള്ള കോലങ്ങളാണ്. ആ കോലം വന്നുകൊണ്ടാണ് പറയുന്നത് അനഅമലുകൽ ഖബീസ്, ഞാൻ നിന്റെ ചീത്തയായ ദുഷിച്ച പ്രവൃത്തികളാണ്, ഞാൻ നീ ചെയ്തിട്ടുള്ള ചെയ്തികളാണ് എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം നടക്കുന്ന ദിവസമാണ്, അതല്ലെങ്കിൽ ദിവസങ്ങളാണ് അവന്റെ ആ ചോദ്യം നടക്കുന്ന ദിവസങ്ങളെന്ന്. അതുപോലെ തന്നെ പ്രത്യേകമായ പരീക്ഷണം നടക്കുന്ന ദിവസങ്ങൾ. ഈ സമയത്തതാ ചോദ്യത്തിന് ഉത്തരം പറയാൻ കാഫിറിനാകുന്നില്ല. കാരണം അവൻ അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ച് ജീവിച്ചവനാണ്, അള്ളാനെ ധിക്കരിച്ച് ജീവിച്ചവനാണ്, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവനാണ്. അങ്ങനെ ജീവിച്ചത് കൊണ്ട് അതാ ആ ഘട്ടത്തിൽ പ്രത്യേകം അവൻ അങ്ങോട്ടൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത നിലക്ക് അവന്റെ ഒരു പരിദേവനങ്ങളും ഒരട്ടഹാസങ്ങളും അവിടെ കേൾക്കാൻ ഖബറിൽ ആരുമില്ല. അള്ളാന്റെ പ്രത്യേകമായ ഓർഡറോടുകൂടെ അതാ മലക്കവന്റെ അടുക്കലുണ്ട്. ഫീയദിഹി, ആ മലക്കിന്റെ കയ്യിലുണ്ട് മിർസബ്ബത്തുൻ, ഒരു വലിയ ഇരുമ്പിന്റെ ഗദയുണ്ട്. ലൗലുരിബ ബിഹാ ജബൽ കാന തുറാബാ, ആ ഗദ കൊണ്ട് ഒരു പർവ്വതത്തിലെങ്ങാനും ഒന്നടിക്കപ്പെട്ടാൽ അത് മണ്ണായി പൊടിഞ്ഞു പോകും.
അത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരായുധമാണ്. ആ ആയുധം കൊണ്ടാണ് അവൻ അടി കിട്ടുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ആ സന്ദർഭത്തിൽ അതാ കാഫിറായ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അവന്റെ രണ്ട് ചെവികൾക്കിടയിൽ, അവന്റെ ഇരു ചെവികൾക്കിടയിൽ സുമ്മയുളറബു ബിമിത്രഖത്തിൻ മിൻ ഹദീദ് ലർബതൻ ബൈന ഉദ്നൈഹി ഫയസീഹു സയ്ഹ